CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയവെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുസ്മരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇടതുപക്ഷത്തെ മുന്നോട്ട് നയിച്ച വെളിച്ചമായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുസ്മരണം ഇപ്പോൾ വരുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളുടെ അനുസ്മരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പി ജെയിംസ് ന്യൂസ് ഡെസ്കിൽ തുടരുന്നുണ്ട്. പി ജെയിംസ്, നേരത്തെ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താങ്കൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഉന്മേഷ്, അത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് രാമേന്ദ്രൻ ഫൗണ്ടേഷന്റെ ബെസ്റ്റ് ഇന്ത്യൻ പാർലമെന്റേറിയൻ എന്ന അവാർഡ് നൽകിയത്. അത് നൽകിയത് അന്നത്തെ ഗവർണറായിരുന്ന ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന ജസ്റ്റിസ് സദാശിവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ അന്ന് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി സ്ഥാനമേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിരുന്നുള്ളൂ. ആ ഇതിലാണ് കനകക്കുന്നിൽ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ആ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. തൊട്ടടുത്ത് സീതാറാം യെച്ചൂരി ഇരിക്കുന്നു. ഞാൻ സ്വാഗത പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ യെച്ചൂരി പറഞ്ഞു, എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ഔട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അധ്യക്ഷ പ്രസംഗത്തിനായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് എന്നോട് അദ്ദേഹം സ്വകാര്യമായിട്ട് പറഞ്ഞു, now if I go out, your people will tell when the chief minister started his speech, the party general secretary boycotted. That's how media will. പുള്ളി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോയാൽ നിങ്ങൾ പറയും മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എഴുന്നേറ്റ് പോയി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ചിരിച്ചുകൊണ്ട് അത്യാവശ്യം നർമ്മ അടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ നേതൃത്വവുമായിട്ട് സീതാറാം യെച്ചൂരിക്ക് അല്പം അഭിപ്രായ ഭിന്നതയുള്ള കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആ തരത്തിൽ കൂടി വളരെ ഹ്യൂമറസ് ആയിട്ട് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നർമ്മരസത്തോടു കൂടി എടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിന് തന്നെ പ്രശ്നം സൃഷ്ടിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഏത് നേരവും വലിക്കുമായിരുന്നു. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ നേതാക്കളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖം, വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള, ഈ ചുരുട്ട് വലിച്ചു നിൽക്കുന്ന ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുടെയൊക്കെ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ജനകീയ മുഖമാണ്. സാധാരണക്കാരോടൊപ്പം എവിടെ നടക്കാൻ ഇറങ്ങിയാലും, അവിടെ ഉണ്ടായിരുന്ന ദിവസം തിരുവനന്തപുരത്ത് നടക്കാൻ ഇറങ്ങിയിരുന്നു, സാധാരണക്കാരോടൊക്കെ സംസാരിക്കുക, അവരുടെ വികാരം മനസ്സിലാക്കുക. എന്നാൽ ഇതിൻ്റെ തലപ്പത്ത് വരെ ആരോട് വേണമെങ്കിലും സൈദ്ധാന്തികമായ തലത്തിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ജീനിയസ്. അദ്ദേഹം CBSEക്ക് മാത്രമല്ല, അദ്ദേഹം പഠിച്ച കരിയറിൽ മുഴുവൻ റാങ്കുകൾ നേടിപ്പോയ ഒരാളാണ്. വലിയ എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്നുള്ള കോളം ഞാൻ വായിക്കാറുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പുതിയ ദിശാമാറ്റത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു മുഖമുണ്ടായിരുന്ന ആൾ. സ്റ്റോറി കൊടുക്കുമല്ലേ ഇടയ്ക്ക് സ്റ്റോറി കൊടുക്കൂല്ലേ സ്റ്റോറി ഏറ്റവും ശക്തമായിട്ട് അതേക്കുറിച്ച് ഞാൻ പലതവണ അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് നടന്നത് JNUവിലാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ വസതി, അവരെ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ JNUവിൻ്റെ വൈസ് ചാൻസലർ സ്ഥാനം ഇന്ദിരാഗാന്ധി രാജിവെച്ചില്ല എന്നുള്ളത് കൊണ്ട് അന്ന് JNUവിൻ്റെ പ്രസിഡൻ്റായിരുന്ന, സ്റ്റുഡൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണയുമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലെത്തുന്നു. അദ്ദേഹം കുറ്റവിചാരണ വായിക്കുന്നു. ഇന്ദിരാഗാന്ധി നേരിട്ട കുറ്റവിചാരണ കേൾക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച വിദ്യാർത്ഥി നേതാവാണ് സീതാറാം യെച്ചൂരി. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി ഏറ്റവും അധികം അറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധിക്കെതിരെ നേർക്കുനേർ നടത്തിയ പോരാട്ടത്തിലൂടെയായിരുന്നു. പിന്നീട് കഥ മാറി, BJP അധികാരത്തിൽ വരുന്നു. ഇന്ത്യയുടെ മതേതര പോരാട്ടത്തിൻ്റെ മുഖമായിട്ട് സീതാറാം യെച്ചൂരി മാറുകയായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസുമായിട്ട് അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന CPM നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആയിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം ഷ്രിങ്ക് ചെയ്തൊരു ഇടതുപക്ഷത്തിന് മതേതര കക്ഷികളുമായിട്ട് BJPക്കെതിരെ പോരാടേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു പ്രായോഗിക രാഷ്ട്രീയവാദിയായിരുന്നു സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ പോരാടുന്ന രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ ഏറ്റവും വലിയ മുഖമുണ്ടായിരുന്നത്.
ഇവിടുത്തെ UPA സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഘടകകക്ഷികളെയൊക്കെ കൂട്ടി നിർത്തുന്നതിൽ. ഡോക്ടർ അബ്ദുൽ കലാമിനെ പോയി കണ്ട് തിരിച്ചു വന്ന സോണിയാഗാന്ധി ആദ്യം സംസാരിച്ചത് സീതാറാം യെച്ചൂരിയോടതായിരുന്നു. UPA സർക്കാർ എങ്ങനെ രൂപീകരിക്കണം, CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൽ പങ്കാളിയായില്ലെങ്കിലും അതിൽ പങ്കാളി ആവാത്ത പാർട്ടിയുടെ നേതാവിനോടാണ് ആദ്യം സോണിയാഗാന്ധി സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോഴും അദ്ദേഹത്തെ ആശുപത്രിയിൽ പോകണമെന്ന് നിർബന്ധിച്ച നേതാവും സോണിയാഗാന്ധിയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നയങ്ങളെ ഒരു കാലത്ത് എതിർത്തിരുന്ന ആൾ തന്നെ ഒരുപക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം AKG, EMS, അതുപോലെ ഹർകിഷൻ സിംഗ്, സുർജിത്ത് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കൾക്ക് ശേഷം ഒരു സെക്കൻഡ് ജനറേഷൻ ഓഫ് ലീഡേഴ്സിനെ എമർജ് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ JNU-വിൽ നിന്നാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും തമ്മിൽ കാണുന്നതും വലിയ രീതിയിൽ CPM-ന്റെ യുവ തുർക്കികളായിട്ട് അവർ മാറുന്നതും. ഒരുപക്ഷെ 1978-ലാണോ 84-ലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവിടെ പോളിറ്റ് ബ്യൂറോയുടെ കീഴിൽ CPM സെൻട്രൽ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ അതിൽ 5 പേരിൽ ഒരാൾ സീതാറാം യെച്ചൂരി ആയിരുന്നു, പ്രകാശ് കാരാട്ടുണ്ടായിരുന്നു, P. രാമചന്ദ്രൻ, SRP സുനിൽ മൊയ്ത്ര അടക്കമുള്ള 5 പേരാണ് അതിശക്തമായി CPM-നെ തിരിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞത്തിൽ പങ്കാളികളായത്. അതിൽ സീതാറാം യെച്ചൂരി പിന്നീട് 92-ല് പോളിറ്റ് ബ്യൂറോ അംഗമായി ചെറുപ്പത്തിൽ തന്നെ. അവിടെ നിന്ന് പിന്നീട് 2015-ൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി. പ്രകാശ് കാരാട്ട് 3 തവണ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം. ഒരുപക്ഷെ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും സൈദ്ധാന്തികമായിട്ട് അവർ തമ്മിൽ പല കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കടുംപിടുത്തക്കാരനായിരുന്നു ഐഡിയോളജിക്കലി പ്രകാശ് കാരാട്ട്. പക്ഷേ കുറച്ചും കൂടി പ്രായോഗികവാദിയായിരുന്നു സീതാറാം യെച്ചൂരി. അതിൽ UPA-യുടെ മിനിമം അജണ്ട ചിദംബരത്തോടൊപ്പം ഇരുന്ന് തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി ഒരുപക്ഷെ അക്കാര്യത്തിൽ പ്രകാശ് കാരാട്ടിനോട് വിയോജിച്ചിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ പിൻവലിച്ച് അമേരിക്ക ആണവ കരാറിൻ്റെ പേരിൽ പിൻവലിച്ചപ്പോൾ ആ ആണവ കരാറിൽ CPM-ന്റെ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കോമൺ ആയിട്ടുള്ള ചർച്ചകൾ നടത്തിയത് യെച്ചൂരിയായിരുന്നു. CPM മുന്നോട്ട് വെച്ച മിക്കവാറും കാര്യങ്ങളൊക്കെ അന്ന് കോൺഗ്രസ് അംഗീകരിച്ചിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ് അംഗീകാരം കൊടുത്തു. പക്ഷേ അമേരിക്കയുമായി കൂടാനാവില്ലെന്ന കടുത്ത നിലപാട് പ്രകാശ് കാരാട്ട് എടുത്തതോടെയാണ് ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയുടെ ആ ലൈൻ പൊളിഞ്ഞു പോയത്. പക്ഷെ അത് ഒരുപക്ഷെ CPM-നും പിന്നീട് ഒരുപാട് കാലം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അക്കാര്യത്തിൽ പിന്നീട് സീതാറാം യെച്ചൂരി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആണവ കരാറിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു, പോകുകയാണെങ്കിൽ അന്ന് ഉണ്ടായിട്ടുള്ള വിലക്കയറ്റത്തിൻ്റെ പേരിൽ പോകണമായിരുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി എടുത്ത നിലപാടിൽ അധികം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. പിന്നീട് ഒരുപക്ഷെ യെച്ചൂരി അടക്കമുള്ള നേതാക്കൾക്ക് അനുകൂലമായോ പ്രതികൂലമായി പറയുന്നത് ജ്യോതി ബാസുവിനെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായി നിലനിർത്താൻ കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരുപക്ഷെ പാർട്ടി തന്നെ വിലങ്ങുതടി ഇട്ടപ്പോൾ യെച്ചൂരിയും അതിൽ പങ്കാളിയായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളൊക്കെ ഭൂരിപക്ഷം നേതാക്കളും ജ്യോതി ബാസു പ്രധാനമന്ത്രിയാവുന്നതിന് എതിരായിരുന്നു. അതിനെക്കുറിച്ചാണ് ജ്യോതി ബാസു തന്നെ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് വാസ് എ ഹിമാലയൻ ബ്ലണ്ടർ ഫ്രം ദ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള മുഖം നഷ്ടപ്പെടും. ഭൂരിപക്ഷമില്ലാതെ പ്രധാനമന്ത്രിയായാൽ ഒരുപക്ഷെ പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനാവില്ല എന്നുള്ള വാദങ്ങളുമുണ്ട്. പക്ഷേ യെച്ചൂരിയെപ്പോലുള്ള നേതാക്കൾ ഇന്നെടുത്ത നിലപാട് പ്രായോഗിക നിലപാടായിരുന്നില്ല എന്ന് സ്വീകരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർട്ടിക്ക് കുറച്ചും കൂടിയും ഒരു മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു എന്ന ചിന്തയുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നേരിട്ട് ഇടപെട്ടിരുന്ന ഒരാൾ സീതാറാം യെച്ചൂരിയാണ്. അവിടുത്തെ പ്രധാനമന്ത്രി പ്രചണ്ഡയുമായിട്ട് വലിയ ബന്ധമായിരുന്നു അവിടുത്തെ നേതാക്കളായിട്ട്. അവർ പ്രശ്നം ഉണ്ടാകുമ്പോൾ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഘടകങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് ഒരു ഭാഗത്ത് ചൈനയാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ല ബന്ധം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രം ഭരിച്ചിരുന്ന അത് BJP ആയാലും കോൺഗ്രസ് ആയാലും സീതാറാം യെച്ചൂരിയുടെ സഹായം തേടിയിരുന്നു. നേപ്പാളിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നേപ്പാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിച്ചിരുന്നത് യെച്ചൂരിയാണ്. ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ യെച്ചൂരി വലിയ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു എന്ന് മാത്രമല്ല
ഇപ്പോഴത്തെ ഈ പോരാട്ടത്തിൽ BJP-യുമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ നിർണായകമായ അഭിപ്രായ ഭിന്നതകളൊക്കെ വന്ന സമയത്ത് ഇടപെടുന്നതിൽ വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തിയ, പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ചടുലമായ നീക്കങ്ങൾ നടത്തിയ നേതാവാണ്. വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ ജനകീയ മുഖമാണ്. ആർക്കെപ്പോഴും ഇത് ചെയ്യാം. ആകെ അദ്ദേഹത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയത് ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിന് ലഭിക്കാവുന്ന കനത്ത തിരിച്ചടിയാണ്. ഒരു പക്ഷേ ഒരു കാര്യം കൂടിയുള്ളത് ഉന്മേഷ്, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഭൂരിപക്ഷം നോക്കിയല്ല നിലപാടുന്നത്. 2 ഫാക്ഷൻ ഉണ്ടായിരുന്നു നമുക്കറിയാം. VS അച്യുതാനന്ദനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുമായിട്ടായിരുന്നു കൂടുതൽ സീതാറാം യെച്ചൂരിക്ക് ബന്ധമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക നേതൃത്വമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. പക്ഷേ സുഹൃത്ത് ബന്ധങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പിണറായിയായിട്ട്, കോടിയേരിയായിട്ട്, ഇവിടുത്തെ എല്ലാ നേതാക്കളുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ സൈദ്ധാന്തികമായ ചില കാര്യങ്ങളിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉന്മേഷ്, PP ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അനുസ്മരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മരണം എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്നതെന്ന് K. പ്രകാശ് ബാബുവിന്റെ CPI നേതാവിന്റെ അനുസ്മരണം വരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നഷ്ടമെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കുന്നുണ്ട്.